പരിപാടിയിൽ പങ്കെടുത്ത പെൺകുട്ടിയും അച്ഛനും ശ്രീജിത്ത് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ശ്രീജിത്തിന്റെ മകൾ എച്ച് വാഗ്ദയും ചർച്ചയിലുണ്ട്. നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത കുട്ടിയാണ്. ഒപ്പം ഡിജോ കാപ്പനും പൊതുപ്രവർത്തകൻ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഞാൻ ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ താങ്കളും മകളും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. ഈ പരിപാടിയെക്കുറിച്ച് അറിവ് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്താൽ ആണല്ലോ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. 12,000 പെൺകുട്ടികൾ ചേർന്ന് ഉള്ള നൃത്ത രൂപം. അപ്പോൾ ഇങ്ങനെയൊരു പരിപാടിയെക്കുറിച്ചുള്ള വിവരം നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? ഈ കുട്ടി പഠിക്കുന്ന നടനം എന്ന് പറയുന്ന വളയത്തെ ഒരു നൃത്തവിദ്യാലയം വഴിയാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. ഈ കുട്ടി ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ച കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ പോകുന്നു. തമിഴ്നാടിനാണ് 10,000 പേരെ പങ്കെടുപ്പിച്ച തമിഴ്നാടിനാണ് നിലവിലുള്ള ഗിന്നസ് റെക്കോർഡ് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഒരു ഗിന്നസ് റെക്കോർഡ് ഭേദിക്കാൻ പോകുന്നു. അതിനുള്ളൊരു സംഘാടനം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിന് തുനിയുകയായിരുന്നു. കുട്ടിയുടെ താല്പര്യം അവർക്കൊരവസരമാകുന്നു, ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമാകുന്നു എന്നൊക്കെ കരുതിയാണ് കുട്ടിയെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിന് പരിശീലനം എവിടെ വെച്ചിട്ടാണ്? ഇതിന്റെ റിഹേഴ്സലൊക്കെ എവിടെ വെച്ചിട്ടായിരുന്നു? ഇതിൻ്റെ പരിശീലനം അതത് നൃത്ത വിദ്യാലയമാണ് പരിശീലനം നൽകിയിട്ടുള്ളത്. ഇവരൊരു 3,500 രൂപ ഫീസ് അവർ ആവശ്യപ്പെട്ടു. അത് നൃത്തവിദ്യാലയം അധികൃതർ ഞങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത തുക അടച്ചു. നൃത്തവിദ്യാലയത്തിന് ഇതുവരെ ഒരു തുകയും ഇതിൻ്റെ പരിശീലനം അവർ 2 ആഴ്ചയോളം കുട്ടികൾക്ക് ഓരോ നൃത്തവിദ്യാലയവും ഒരു 30 മുതൽ 100 വരെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. മലബാറിൽ നിന്നുള്ള ഒട്ടുമിക്ക പഞ്ചായത്തുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്കുള്ള മേക്കപ്പ്, മറ്റ് കാര്യങ്ങൾ, യാത്ര, ഭക്ഷണം, ഇതൊക്കെ രക്ഷിതാക്കളാണ് വഹിച്ചിട്ടുള്ളത്. ഇന്നലെ അവിടെ കണ്ടത് ഒരു അപൂർവമായ ജനത്തിരക്കായിരുന്നു. വലിയ രീതിയിലുള്ള വലിയ അപകടങ്ങളൊക്കെ ഒഴിവായതൊരു ഭാഗ്യം എന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഒരു വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നും അവിടെ എവിടെയും കണ്ടിരുന്നില്ല. ഈ ഒരു കുട്ടികളെ നമ്മുടെ മൈതാനത്തേക്ക് അണിനിരത്തുകയും മറ്റുള്ളവരെ സ്റ്റേഡിയത്തിൻ്റെ ഗാലറികളിലേക്ക് മാറ്റുകയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഈ നൃത്തരൂപം അവതരിപ്പിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നതും ഒക്കെ ഈ സംഘാടകർ തന്നെയായിരുന്നു. പോലീസ് വിന്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു? അല്ല, പോലീസ് വിന്യാസം വളരെ കുറവായിരുന്നു. ട്രാഫിക് നിയന്ത്രണത്തിന് റോഡിൽ വളരെ ചുരുങ്ങിയ പോലീസുകാരെ കണ്ടതല്ലാതെ ഈ സംഘാടകരുടെ കുറച്ച് സെക്യൂരിറ്റീസ് മാത്രമാണുള്ളത്. ഗേറ്റുകളിൽ ആണ് ഉണ്ടായിരുന്നത്. വലിയൊരു തള്ളിച്ചയാണ്. നമുക്ക് ഇവർക്ക് ഗിന്നസ് റെക്കോർഡ് ആളുകൾക്ക് കുട്ടികളുടെ കൃത്യമായ എണ്ണം കണക്കാക്കാൻ വേണ്ടി ബാർകോഡ് പതിച്ച ID കാർഡ് നേരത്തെ വിതരണം ചെയ്തിരുന്നു. ഓൺലൈൻ വഴി കുട്ടികളത് രജിസ്ട്രേഷൻ നടത്തി അതിൻ്റെ സ്വന്തം പ്രിൻ്റ് എടുത്ത് ID കാർഡ് നിർമ്മിച്ച് കുട്ടികളുടെ കഴുത്തിൽ തൂക്കിയിരുന്നു. ആ ID കാർഡ് ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നവരെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. 5 എൻട്രൻസുകളിൽ കയറ്റിവിടുന്ന സമയത്ത് തന്നെ വലിയ തിക്കും തിരക്കൊക്കെ അനുഭവപ്പെട്ടു. ആരെയോടൊക്കെ ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടങ്ങളൊന്നും കൂടാതെ ഈ കാര്യങ്ങൾ പോയത്. ഞങ്ങളൊക്കെ 3 മണി മുതൽ തന്നെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട MLA ഉമാ തോമസിന് സംഭവിച്ച ദുരന്തം ഞങ്ങൾ തൊട്ടടുത്തായിരുന്നു. ഒരു 1/2 മീറ്റർ അടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഈയൊരു വലിയൊരു നേട്ടം അല്ലെങ്കിൽ കേരളത്തിന് ലഭിച്ച ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു ആഹ്ലാദമൊന്നും ഞങ്ങളുടെ മനസ്സിൽ ഇതുവരെ കടന്നുകൂടിയിട്ടില്ല. ഞങ്ങൾ മുന്നിൽ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA പൊടുന്നനെ കാൽ തെറ്റി ഇത്ര താഴ്ചയിലേക്ക് വീണിട്ടുള്ളത്. ആ രംഗം എനിക്ക് അറിയേണ്ടത്, ആ അപകടം നടന്ന ശേഷവും ആ പരിപാടി നടന്നേ പറ്റൂ എന്നൊരു തീരുമാനം ആ സംഘാടകർക്കുണ്ടായിരുന്നു. കാരണം ഇത്രയധികം ആളുകളെയൊക്കെ അവിടെ എത്തിച്ച് ഇത്രയധികം കോടികൾ പിരിച്ചിട്ടുണ്ട് എന്നാണ് ആ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ അത്ര വലിയ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ആ വീഴ്ച താങ്കൾ നേരിട്ട് കണ്ടോ? ആ വീഴ്ചയുടെ ആഘാതം എത്രത്തോളം ആകുമെന്ന് നേരിട്ട് മനസ്സിലാക്കിയിരുന്നു ശ്രീജിത്ത്? അപ്പോൾ ഈ പരിപാടി നടക്കുമോ എന്നുള്ള ആശങ്ക ആ ഘട്ടത്തിൽ തോന്നിയില്ലേ? തീർച്ചയായിട്ടും ആ വീഴ്ച കാണുകയും MLAയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ രക്തസ്രാവത്തിൻ്റെ അളവും അവർ അബോധാവസ്ഥയിലാകുന്ന അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഈ പരിപാടി അവിടെ നിലച്ചു പോകും എന്നുള്ള ധാരണയിൽ തന്നെയായിരുന്നു. ഈ സമയത്ത് നമ്മുടെ MLA ഞങ്ങളൊക്കെ ഈ വേദിയുടെ ഇടതുവശത്ത് ഗാലറിയിൽ സ്ഥിരമായി സ്ഥാപിച്ച കസേരയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്.
ഈ കുട്ടിയുടെ രക്ഷിതാവും ഞങ്ങളൊക്കെയാണ്. തൊട്ടടുത്തുള്ള ഏരിയയിലെ ഈ ഗാലറിയിലെ കസേരകൾ റിമൂവ് ചെയ്ത് അവിടെയാണ് ഇവർ താൽക്കാലികമായ വേദി ഒരുക്കിയിട്ടുള്ളത്. അവിടെ ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഗാലറിയിൽ നല്ല സുരക്ഷാ സംവിധാനമായിട്ടുള്ള ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുള്ള കമ്പി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഈ സ്റ്റേജ് നിർമ്മിച്ച ഭാഗത്തുനിന്ന് അത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. എം എൽ എ അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായ വീഴ്ചയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഈ വേദിയിലേക്ക് ആദ്യം കടന്നു വരുന്നത് നമ്മുടെ ADGP ആയിട്ടുള്ള ശ്രീജിത്ത് സാറാണ്. അദ്ദേഹം ഇതിലൊരു ഗസ്റ്റാണ്. അദ്ദേഹം വന്നു ഇരുന്ന് അതിന് ശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ഈ വേദിയിലേക്ക് എത്തുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടത്, ഇത്ര വലിയ VIPസുകളൊക്കെ വരുന്ന വേദികളിൽ ആവശ്യമായ ഔദ്യോഗിക സുരക്ഷാ സംവിധാനം തന്നെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കൊരു സംശയം ആ സമയത്ത് തന്നെ തോന്നിയതാണ്. കാരണം ഇതൊരു പ്രൈവറ്റ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത് വിളക്ക് കൊളുത്താൻ ഈ ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സ്റ്റേജ് ആണ് അല്ലേ, കുറച്ചു സമയത്തേക്ക്? അതെ 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 ഗാലറിയിൽ നിന്ന് അവിടെ സ്ഥിരമായി സ്ഥാപിച്ച കസേരകൾ റിമൂവ് ചെയ്ത് താൽക്കാലികമായി അതിൻ്റെ മുകളിൽ താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റേജാണ്. അതിൻ്റെ ഒരു വലിയ ഭാഗവും ഇവർ നൃത്തത്തിനും കഥകളിക്കും മറ്റ് കേരളീയ രൂപങ്ങളും ഭംഗിയായി അവതരിപ്പിക്കാനും അതിന് വീഡിയോ വാൾ സ്ഥാപിക്കാനൊക്കെ ആവശ്യമായി വിനിയോഗിച്ചതിന് ശേഷം ഏറ്റവും ഏകദേശം ഇതിൻ്റെ ഇത്രയും ഉയരത്തിലുള്ള 15-16 അടി ഉയരത്തിനുള്ള ഭാഗത്ത് തന്നെ തൊട്ടടുത്ത് കസേരയൊക്കെ വിന്യസിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഈ സംഘാടകർ തന്നെ സ്ത്രീകളൊക്കെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് ആദ്യം മുതലേ പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നീട് മന്ത്രി വന്നു. പിന്നീടാണ് നമ്മുടെ ഈ പിള്ള സാറ് അവിടെ ഇരിക്കുന്നത് കണ്ടത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മുടെ MLA ചന്ദ്രൻപിള്ളയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് ഈ അപകടം അല്ലേ? ചന്ദ്രൻപിള്ള സാറിനോട് ഇങ്ങനെ അതെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് മുഖാമുഖം നിന്ന് കുശലാന്വേഷണം നടത്തി തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒന്ന് ശരീരം അടി തെറ്റിയപ്പോൾ അതിനുള്ള പിടിച്ചതാണ് ഈ ഫില്ലറിൻ്റെ മുകളിൽ ഈ ഇരുമ്പ് ദണ്ട്. എന്താണ് അതിൻ്റെ വെറും സ്ഥാപിക്കുകയാണ്. നമ്മൾ ക്യൂ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ഷോ ആയി വെക്കുന്ന റിബണാണ്. ഒരു ബലവുമില്ലാത്ത റിബൺ അടക്കമാണ് താഴേക്ക് പോയത്. ആ ഫില്ലർ ഒരു ബലവുമില്ല. അതെ അതെ, ആ 4 ഫില്ലറും റിബണും അടക്കാണ് MLAയുടെ കൂടെ താഴോട്ടേക്ക് പോയിട്ടുള്ളത്. ഭീകരമായ ആ വീഴ്ചയും താഴെ എത്തുന്നതൊക്കെ കണ്ട് ഞങ്ങളൊക്കെ ഞെട്ടിത്തെരിച്ചു പോയായിരുന്നു. താഴെ കുറച്ച് മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു, സംഘാടകരുമായി ബന്ധപ്പെട്ട കുറച്ച് പേരുണ്ട്. ഇവരൊക്കെ ആകെ തെരിച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് അവർ വീണ്ടുള്ളത്. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് അതിനുശേഷം ഒരു 8 മിനിറ്റ് ഈ നൃത്തപരിപാടിയുള്ളൂ. 8 മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ MLA താഴേക്ക് വീഴുമ്പോൾ പോലും അതൊരു വലിയ വീഴ്ചയാണെന്നോ, ഇത്ര ഒരു ഗുരുതരമായ പരിക്ക് പറ്റിയെന്നോ മന്ത്രിക്ക് പോലും അവിടെ മുകളിൽ നിന്നിട്ട് മനസ്സിലാകുന്നില്ല എന്നാണ്. അങ്ങനെയാണോ ആ കാഴ്ചയിൽ മനസ്സിലാക്കാനാകുന്നത്? മന്ത്രിക്ക് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അത്ര താഴേക്കാണ് പോയിരിക്കുന്നത്. വളരെ വേഗം MLAയെ കൊണ്ടുപോവുകയും ചെയ്തു. ശരിയാണ്. മുകളിലുള്ള മന്ത്രിക്കും നമ്മുടെ ADGPക്കും ഉൾപ്പെടെ അതിൻ്റെ വീഴ്ചയുടെ ആഘാതം മനസ്സിലായിട്ടില്ല. ഇവരെ വീഴ്ച സംഭവിച്ചു, ഞങ്ങളോടൊക്കെ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരെ ഞങ്ങളോടൊക്കെ ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വികാരപരമായിട്ട് എനിക്ക് തോന്നിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ, MLA ഇത്ര ഗുരുതരമായ അവസ്ഥയിൽ കൊണ്ടുപോയിട്ട് അതിനൊക്കെ ഈ ഇവന്റ് മാനേജ്മെന്റ് ടീമൊക്കെ സാക്ഷിയാണ്. അവർ വാക്കി ടോക്കി ഉപയോഗിച്ചിട്ടാണ് ആംബുലൻസ് വിളിച്ചു വരുത്തുന്നതും MLA കൊണ്ടുപോകുന്നതൊക്കെ. ഒരു പോലീസും ഒരു സംവിധാനവും ആരും ഉണ്ടായിരുന്നില്ല ഈ താഴെ എത്തിയിട്ടും. ഇവരെ കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും ഇത് നേരിട്ട് മനസ്സിലാക്കിയ ഇവന്റ് മാനേജ്മെന്റ് ടീം തുടർന്നു ഗാനമേള തുടർന്നു. അത് ഭയങ്കരമായ ഞങ്ങളൊക്കെ നെഞ്ചുപിടപ്പിച്ച ഒരവസ്ഥയായിരുന്നു. ഈ ഔദ്യോഗിക 10,000-കണക്കിന് കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ ഒരു വലിയ രീതിയിൽ നേട്ടത്തിലേക്ക് കുതിക്കുന്നു. അത് കേരളത്തിന് അഭിമാനമാകുന്ന നേട്ടമാണ്. ഇതൊക്കെ ശരിയാണ്. ഞങ്ങൾ പറഞ്ഞു, ഈ ഗാനമേള നിങ്ങൾ ഉടൻ നിർത്തിവെക്കൂ.
എന്നിട്ട് ഇതിൻ്റെ യഥാർത്ഥ ഫംഗ്ഷനിലേക്ക്, ഇതിൻ്റെ മോണിറ്ററിങ് ചെയ്യുന്ന ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ അധികൃതരൊക്കെ അവിടെ ഉണ്ട്, അവരുടെ ഒഫീഷ്യൽ ഫംഗ്ഷനിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു. ഒടുവിൽ ഞാൻ സ്റ്റേജിലേക്ക് കയറി ചെന്ന് ശ്രീജിത്ത് സാറിൻ്റെയോട് ആവശ്യപ്പെട്ടു. ശ്രീജിത്ത് സാർ എന്നോട് പറഞ്ഞു, ഞാൻ നിരവധി വട്ടം ഇവരോട് ഇവൻറ്റ് മാനേജ്മെൻറ്റിനോട് പറയാണ്, നിർത്തി, നിങ്ങൾ പ്രോഗ്രാമിൽ പ്രോഗ്രാം വെട്ടിച്ചുരുക്കി നിങ്ങൾ ഔദ്യോഗിക ചടങ്ങിലേക്ക് കടക്കാമെന്ന് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു. എന്നതിന് ശേഷം മന്ത്രി ഉൾപ്പെടെ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ അവിടുത്തെ MP അവിടെ വേദിയിലുണ്ടായിരുന്നത്. അദ്ദേഹം പിന്നീട് ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ആശുപത്രിയിലുള്ള നമ്മുടെ MLA അവസ്ഥയൊക്കെ അവർ മനസ്സിലാക്കുന്നത്. അതിനുശേഷം വെറും നിലവിളിക്ക് കൊളുത്തുക മാത്രമാണ് ചെയ്തത്. ആ ചടങ്ങിൽ സംസാരിക്കാനോ ആ ചടങ്ങിൻ്റെ ഭാഗമായി നിൽക്കാനോ ഒന്നും നമ്മുടെ ജനപ്രതിനിധികൾക്കൊന്നും ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവർ. സജി ചെറിയാൻ മന്ത്രി അവിടുത്തെ MP ഉൾപ്പെടെയുള്ളവർ അവരൊക്കെ ആ വല്ലാതെ ഷോക്കിലായിരുന്നു. ശരി ശ്രീജിത്ത്, ഞാൻ ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്, ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.